Hi friends, I am going to launcherനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. Launcherന്റെ പേര് കമ്പ്യൂട്ടർ ലോഞ്ചർ എന്നാണ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലോഞ്ചർ ആയിരിക്കുമെന്ന്. അതുതന്നെയാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ലോഞ്ചറാണ്. ഈ ലോഞ്ചറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ലോഞ്ചർ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അലോ കൊടുക്കുക. ഇങ്ങനെയാണ് ഇന്റർഫേസ് വരുന്നത്. നമ്മുടെ വിൻഡോസ് 10ന്റെ ഒരു ഇന്റർഫേസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ഇവിടെ സൈഡിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, വിൻഡോസിൻ്റെ ആയിട്ടൊരു ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വിൻഡോസിൻ്റെ കൂട്ട് കുറച്ച് ഫീച്ചറൊക്കെ ഇതാ ഇവിടെ കാണിക്കുന്നത്. സ്കൈപ്പും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ സൈഡിലായിട്ട് വേറൊരു ഓപ്ഷൻ വന്നേക്കുന്നത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആക്ഷൻ സെൻറ്റർ എന്നാണ് ഈ ഓപ്ഷൻ്റെ പേര്. എന്നിട്ട് ഇവിടെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടേ നമ്മുടെ സാധാ കമ്പ്യൂട്ടർ ഇരിക്കുന്ന പോലെ നമുക്കിവിടെ വന്നേക്കുന്നത് കാണാം. അടിപൊളി ഒരു ഓപ്ഷനാണ്. പിന്നെ അതിൻ്റെ ദിസ് PC എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പൺ ആവുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിനകത്ത് ഇൻറ്റേർണൽ മെമ്മറിയാണ് ഡിസ്ക് C എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്ക് അടിക്കുക. അത് മേളിലായിട്ട് ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ലോഞ്ചറാണ്. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലോഞ്ചർ. പിന്നെ നമുക്കിവിടെ തീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട തീമൊക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡിഫാൾട്ടായിട്ടൊരു തീം ഇതിനകത്ത് കിടപ്പുണ്ട്. അല്ലാത്ത തീമൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബാക്കി ഫീച്ചറൊക്കെ നിങ്ങളെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നോക്കുക. നമുക്ക് കൂട്ടുകാരെയൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാം. നിങ്ങളെല്ലാം ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. പിന്നെ എൻ്റെ ചാനൽ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതുപോലത്തെ ടെക് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതാണ്.